കുറേ അവരും ചെയ്യുന്നില്ല കേട്ടോ. അന്ന് രാവിലെ തന്നെ പണ്ട് വെള്ളം ഇതാണ് വെള്ളപ്പത്തിൻ്റെ മാവ്. ഇത് ചായ, കട്ടൻ ചായ, നമ്മൾ കാക്കത്ത കട്ടൻ ചായ കുടിക്കണം. ഇത് സാധാരണ വെള്ളപ്പല്ല, ഇത് അസാധാരണ വെള്ളപ്പം. ഞാൻ എന്താ ചേർത്ത് ഇത് മാവുണ്ടാക്കിയതും അപ്പോൾ അടുപ്പത്തേക്ക് വരാത്ത ആൾ, രാവിലെ അടുപ്പത്തേക്ക് വരാത്ത ആൾ ഇത് അവളുണ്ടാക്കി വെള്ളപ്പായിരുന്നു. ഞാൻ ചുടും തന്നെ മന്തി വരുന്നു. അപ്പം നമ്മളെ ഉമ്മ പോവാളും നമ്മളെ ഉമ്മേൻ്റെ വെള്ളപ്പായി. വെള്ളപ്പത്തേക്ക് കറി എന്താണെന്നറിയാം, നമ്മളെ നേരത്തെ ചായ മനസ്സ് ചീര കറി ദിക്കിച്ചിട്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കില്ല. അപ്പം അത് രണ്ടും ഞാൻ ചുട്ടതായിരുന്നു, ഇത് ഉമ്മ ചുട്ടതാണ്. അപ്പോൾ ഇത് നല്ല നന്നായിക്കുന്നില്ലേ എന്നാണ് ഓള് പറയണത്. ഇടയിൽ ഞാൻ ആവും എന്നൊക്കെ പറഞ്ഞ് ഓളിന്നെ കടിച്ച് കഴിഞ്ഞതൊക്കെ പറയും കേട്ടാ. അവൾ 22 വയസ്സായിക്കണേ, ഒരു കുട്ടിയുടെ അമ്മയാണ്. അവൾക്ക് ഇപ്പോഴും പക്വതൊന്നുമില്ല, അവൾ ഇപ്പോഴും ഉള്ള കുട്ടിയാണ്. അപ്പം ഞാനും കട്ടൻ ചായയും വെള്ളപ്പവും കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൻ്റെ വെള്ളപ്പം ടേസ്റ്റ് ഉണ്ടാകുന്ന ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ ഉണ്ടാക്കണ മാതിരിയാണ്. ബിസ്മില്ലാ. അവള് ആദ്യമായി വെള്ളപ്പം ഉണ്ടാക്കി സന്തോഷിക്കുന്നു. അപ്പം തന്നെ എന്നിട്ടാ നിന്നു കേട്ടോ. അപ്പോൾ അവിടെ ചിരട്ടുണ്ട്. അപ്പം തമ്മില്ല, അപ്പം കാണുന്നില്ല. ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് ഇല്ല കേട്ടോ മക്കളെ. ഇത് കുറച്ച് പുളിപ്പുണ്ടെങ്കിൽ പുളിപ്പുള്ള ഇഷ്ടമില്ല. രാവിലത്തെ ചായ, വെള്ളപ്പം ചായയും കഴിഞ്ഞ്. അപ്പോൾ കുട്ടികളുള്ളതല്ലേ, അപ്പോൾ ഒരു പൂവളൊക്കെ ഉള്ളൂ അമ്മക്ക്. അപ്പം ഇന്ന് നമ്മൾ പപ്പാക്ക് പണിയില്ല. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതാ ചെറിയിലുള്ള സാധനം വെച്ചിട്ട് തട്ടിക്കൂട്ട് കുറച്ച് ഇറച്ചി ഇടുന്ന ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള രുചി ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അത് മതി. കുട്ടികൾക്ക് ബിരിയാണി ഇഷ്ടമാണ്. പിന്നെ തട്ടി കീപ്പിട്ട് വീണ ഒച്ചപ്പാടങ്ങാകും. അപ്പോൾ ഗ്യാസും മേലെ ഇട്ടോ, അത് സിമ്മിലവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ അത് കുക്കറിലല്ല, ഞാൻ ചെമ്പട്ടിയിൽ വെക്കാം. പിന്നെ അത് വെള്ളം തിളക്കാൻ അതിക്ക് നമ്മൾ ഗ്രാമ്പും പട്ടയും ഇലയും അതിലിട്ടുകാണ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചപ്പ്, കരിയേപ്പിൻ്റെ ഇല, കുരുമുളക്, അങ്ങനെ കായ്. അപ്പോൾ പെരുന്നാൾക്ക് കൊടുന്നതിന് കുറച്ച് അരി ഇവിടെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരമുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ച് കാണാൻ ഉണ്ടാക്കാമെന്ന് കരുതിയതാണ്. ഞാൻ കൈകാണ്ട് വെള്ളത്തിലിട്ട് സെറ്റായി. തട്ടിക്കൂട്ട് ബിരിയാണി കേട്ടോ. ഗ്യാസുമ്മ വെച്ചിട്ടാണ് നമ്മൾ വെച്ചത്. കണ്ടോളി, നല്ല ചൊറുക്കില്ലേ കാണാൻ. മഞ്ഞ ബിരിയാണി കണ്ട മക്കളെ. ബിരിയാണി വെക്കലല്ല പെരുന്നാൾ, വിരുന്ന് നടക്കലല്ല പെരുന്നാൾ, കോടി ഉടുപ്പും. അപ്പം നമ്മളെ ബിരിയാണി നമുക്ക് ബള്ളാം. 1 മണി ആയിക്കണം കേട്ടോ മക്കളെ. അപ്പം നമ്മൾ ചോറ് തിന്നാൻ പോവാണ്. ചോറ് അപ്പം നമ്മളെ തട്ടിക്കൂട്ട് ബിരിയാണി. ബിരിയാണി വെക്കാനുള്ള പെരുന്നാൾ. നമ്മൾ കുറച്ച് തിന്നുള്ളൂ. ചൂടായിട്ട് നമ്മൾ പരത്തിയിട്ടതാണ് മാത്രം. അപ്പോൾ തട്ടിക്കൂട്ടായതുകൊണ്ട് നമ്മളിതെടുത്തിട്ട് എന്ത് ഉള്ളി സുർക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നല്ല ചൂടാ മക്കളെ. ഇതിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാനും വേണ്ടിയാണ് ഇപ്പം ഞാനിപ്പോൾ ഇത്ര ഗതി. പപ്പട പാത്രത്തിനൊരു പപ്പടം കറിയാം. അപ്പോൾ ബിരിയാണിക്ക് പപ്പടം കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തട്ടിക്കൂട്ടായാലെന്താ, ബിരിയാണി ഒന്നും കുഴപ്പമില്ല. മുളക്, അച്ചാർ, ഇറച്ചിയൊക്കെ കണ്ടെല്ലാം വന്നിട്ടുണ്ടോ. സോഫ്റ്റ്നെസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇതിലേക്ക് വേണമെങ്കിൽ കോഴിമുട്ടൊക്കെ പുഴുങ്ങിയിട്ട് അങ്ങനെയും കഴിക്കാം. പക്ഷേ നമുക്ക് അതൊന്നും വേണ്ട, അത് മതി. അപ്പോൾ രാവിലത്തെ വെള്ളപ്പൊക്കെ തേച്ചിക്കും. അപ്പോൾ 2 പറ്റ് തിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പപ്പടം ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ ബത്തളൊക്കെ ഉണ്ട്.
അപ്പം നമ്മൾ വെത്തളൊന്നും എടുക്കണില്ല. അപ്പം എന്നാൽ ശരി, ബായ്, അസ്സലാമു അലൈക്കും. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരാൻ ആരും മറക്കണ്ട. നിങ്ങളൊക്കെ സപ്പോർട്ട്. വീഡിയോ ഓണാക്കി ചേണക്കിടുന്ന് തുടങ്ങിക്കോളി, മാച്ച് പറയിക്കോളൂ.